real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. മുൻ നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ വീണ്ടും ചുവടുമാറി. അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് അൻവറിന്റെ പുതിയ നീക്കം. LDF ബന്ധം അവസാനിപ്പിച്ച് ആദ്യം DMK-യിൽ ചേർന്ന അൻവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസിലെത്തുകയായിരുന്നു. 1.5 വർഷത്തിനു ശേഷം വീണ്ടും പാർട്ടി മാറുകയാണ്. ബേപ്പൂരിൽ UDF സ്വതന്ത്രനായി മത്സരിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം സഹായിച്ചില്ലെന്നും കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന് താൽപര്യമില്ലെന്നും അതിനാൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുകയാണെന്നും UDF-നൊപ്പം നിൽക്കുമെന്നുമാണ് പി.വി. അൻവർ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് FB പോസ്റ്റിലൂടെ പുറത്തുവന്നതിനെ തുടർന്നായിരുന്നു പി.വി. അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ഇതേ തുടർന്ന് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച അൻവറിന് 19,000-ലേറെ വോട്ട് നേടി 3ാം സ്ഥാനത്താണ് എത്തിയത്. നേരത്തെ കോൺഗ്രസിലും പിന്നീട് DIC-യിലും പ്രവർത്തിച്ച അൻവർ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇടത് ചേരിയിലെത്തിയത്. 2024 ഇടതുബന്ധം അവസാനിപ്പിച്ച് MLA സ്ഥാനം രാജിവെക്കുകയുമായിരുന്നു. ഇത്തവണ ബേപ്പൂരിൽ നിന്ന് ജയിച്ചാൽ മന്ത്രിയാകാനുള്ള നീക്കമാണ് പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും നമ്മൾ ഇറങ്ങി വന്ന സാഹചര്യം, ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യം കൃത്യമായി വിശദീകരിക്കുകയും ആന്റി പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ UDF-ന്റെ കൂടെ പിന്തുണ അനിവാര്യമാണ് എന്ന് ലീഡർഷിപ്പിനെ അറിയിക്കുകയും ആ ഒരു ഘട്ടത്തിൽ AITC തങ്ങൾക്ക് തന്ന ഉറപ്പ് ഇന്ത്യയിൽ തന്നെ ഇപ്പോ ദേശീയ മുന്നണി, ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാളിൽ ഉൾപ്പെടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസുമായി അലൈൻ ചെയ്തു പോകുന്നതിൽ ഒരു പ്രയാസം ഇല്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ പിന്മാറുന്നതായിട്ടും കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണക്കാൻ അവരുടെ രാഷ്ട്രീയം ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തൃണമൂലിന്റെയും കോൺഗ്രസിന്റെയും ലീഡർഷിപ്പും കൊടികളും ഒരേ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അത് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയത്തിന്, അവർ ഉയർത്തുന്ന ആന്റി കോൺഗ്രസ്, ആന്റി കമ്മ്യൂണിസ്റ്റ്, ആന്റി BJP രാഷ്ട്രീയത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് അവസാനമായി അവർ പറഞ്ഞത്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയവുമായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കാതെ ആരെ പിന്തുണക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയാലോചനകൾ നടത്തുകയും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനിയൊരു ബന്ധവും ITC-യുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.